സേതുനെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസം അവനെ കാണാതിരുന്നപ്പോഴത്തെ എൻ്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയൂ. അപ്പൊ പിന്നെ ഇത്രയും കാലം അവനെ നഷ്ടപ്പെട്ട നിങ്ങളുടെ വേദന എനിക്ക് നന്നായി മനസ്സിലാവും. എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ കുഞ്ഞിനെ താനും തന്റെ ഭാര്യയും 10-18 വർഷം പൊന്നുപോലെ നോക്കി. മറക്കില്ല, ഒരിക്കലും മറക്കില്ല. എവിടേക്കാ? സാറിനോട് പറയാൻ വന്നിരുന്നു. അപ്പോഴാ സാർ പുറത്തു പോയെന്നറിഞ്ഞത്. ഞാൻ പോവാ സാറേ. എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ടെന്നും പറഞ്ഞ് നാട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചിരുന്നു. അതൊരു നല്ല കാര്യമല്ലേ. പൊയ്ക്കോളൂ, നഷ്ടപ്പെടുത്തണ്ട. നിക്ക്. പോകുന്നതിന് മുമ്പ് ഒരാളോടൊന്ന് പറഞ്ഞിട്ട് പോണം. എന്റെ മമ്മിയോട്. പപ്പാ, അച്ഛാ, പപ്പാ, എനിക്കിന്ന് ആഘോഷിക്കണം സേതു, എനിക്ക് ആഘോഷിക്കണം. മതിയാവോളം എനിക്ക് ആഘോഷിക്കണം. എന്റെ ദൈവമേ, എന്റെ മക്കള്. ഹലോ ജെനി. ജീവ, ജെനി, ഞാൻ എന്റെ പപ്പയെ കണ്ടടാ. പപ്പ എന്നെ തിരിച്ചറിഞ്ഞു. പപ്പ വലിയ സന്തോഷത്തിലാ. പഴയ ദേഷ്യക്കാരനെ അല്ല. ഒരു അനുജൻ കൂടിയുണ്ട് ഇപ്പൊ എനിക്ക്. പപ്പയ്ക്ക് എന്നോട് ഭയങ്കര ദേഷ്യം. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. നീ വിഷമിക്കണ്ട. ഞാൻ വരും എന്റെ പപ്പയും കൊണ്ട്. എന്നിട്ട് ജോസങ്ങളിന് കാട്ടിക്കൊടുക്കും എന്റെ പപ്പയെ. എനിക്ക് ഒരുപാട് സ്നേഹം തന്ന ആളാ ജോസങ്ങള്. എന്റെ അമ്മ, പിന്നെ എന്നെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ എന്റെ അച്ഛൻ. ഇവരോടെല്ലാം ഞാനൊരു കാര്യം പറയും. നിങ്ങളുടെയൊക്കെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും വേണ്ടെന്ന്. ജീവ, നീ വിഷമിക്കണ്ട, ഞാൻ വിളിക്കാം. വർഷങ്ങളായി ചെയ്തു ഞാനൊന്ന് സന്തോഷിച്ചിട്ട്. ബട്ട് ടുഡേ ഈസ് മൈ ഡേ. ഇന്നെനിക്ക് വേണം എൻ്റെ സർവ്വ ദുഃഖങ്ങളും മറക്കാൻ. ഇതാ കഴിക്ക്. അല്ല, ഞാനങ്ങനെ കഴിക്കാറില്ല. അറിയാടോ, പക്ഷെ ഇന്ന് താൻ എന്നോടൊപ്പം കൂടണം. ഇതെൻ്റെ ഒരു ആഗ്രഹ. ഇതാ പിടിക്ക്. ദാമോദര, എന്താ സാർ? ഒരു കസേര എടുത്ത് ഇവിടെ ഇരിക്കുക.
എന്നും എൻ്റെ എല്ലാ ദുഃഖങ്ങളിലും ചുമടുതാങ്ങിയായിരുന്നു താൻ. ഒരു ഡ്രൈവറായിട്ടല്ല, സഹോദരനായിട്ടാണ്. ഇതാ പിടിക്കേ. Cheers. Cheers. ഇനി പിന്നെ കളിക്കാം. ദാ, വാ. മക്കളെ ഇതങ്ങോട്ട് പിടിച്ചേ. വേണ്ട പപ്പ. കഴിക്കടാ, പപ്പയല്ലേ തരുന്നത്. ജിനമോനെ, ദാ നീ എടുത്തോ. പപ്പയുടെ ജീവമോനും എടുത്തേ. മോനെ മിടുക്കനാവണം. ഷുവർ അങ്കിൾ. വാ. എന്നും ഇതുപോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായനെ. ദാമോദര, എന്തോ എനിക്ക് അവളെ ഒന്ന് കാണണം. എന്റെ സിസിലിയെ, എന്റെ 2 കുഞ്ഞുങ്ങളുടെ അമ്മ. എനിക്ക് കാണണം. നേരെ ഒരുപാടായി, ഉറങ്ങാം. എനിക്ക് കാണണം അവളെ. എനിക്ക് കാണണം. ലോറൻസ്, കൂൾ. എനിക്ക് അവളെ കാണണം. സാർ മതി. അടിക്കണ്ടായിരുന്നു. ഈ കാണിച്ച സ്നേഹത്തിന്റെ ഒരു അംശം ആ കുഞ്ഞിനോട് നേരിട്ട് കാണിച്ചിരുന്നെങ്കിൽ ലോറൻസിന് ഇത്ര വിഷമിക്കേണ്ടി വരുമായിരുന്നോ? സ്നേഹമില്ലാഞ്ഞിട്ടല്ല സിസിലി, അവൻ നന്നാവണം, വലിയവനാവണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ. വിഷമിക്കാതെ. സമയം ഇത്ര ആയല്ലോ. പപ്പാ, പപ്പ ഇതെന്തൊരു ഉറക്കമാ? പപ്പാ, 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 പപ്പാ. എന്താ എന്താടാ? പപ്പ വിളിച്ചിട്ട് എണീക്കുന്നില്ല. സാറേ, ലോറൻസ് സാറേ, ലോറൻസ് സാറേ, സാറേ സാറേ, സാറേ സാറേ, ഇല്ല സാറേ, പപ്പ ദാമോദര, പിള്ളേർ സാറേ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മറ്റ് പ്രശ്നങ്ങൾ കാർഡിയാക് അറസ്റ്റാന്നാ പറഞ്ഞത്. വെളുപ്പിനൊരു 4 മണിക്കാകാനാണ് സാധ്യതയെന്നാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത്. ഓ, ജോസേ, എന്താ, എന്തു വേണം? ഇവനിപ്പോ അനാഥനല്ല. 4 ആളുടെ മുമ്പിൽ നിലയും വിലയുമുള്ള ഒരു അപ്പന്റെ മകനാണിവൻ. ആഹാ, എന്നിട്ട് എവിടെയാ മഹാൻ? അയാൾ ഇനി വരില്ല, ഓ, ഒരിക്കലും വരില്ല. ശരിക്കും
ശരിക്കും ഇവനെ അനാഥനാക്കിയിട്ട് പോയി. കൊള്ളാം, നല്ല നാടകം. എല്ലാരും കൂടെ കുടുംബമായിട്ട് ഇറങ്ങിയിരിക്കുക. എടാ ജോസേ, എടാ ഞാൻ ഈ പറഞ്ഞതാണ് സത്യം. ഒരു വലിയ മനുഷ്യന്റെ മോനാണിത്. ഞാൻ അയാളെ കണ്ടതാ. നീ എന്നെ വിശ്വസിക്ക്. സേതു, നിനക്കറിയാലോ, ഞാനൊരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ല. എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണ്ട അച്ഛാ, ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ അതിനിയും വേണ്ട. അതാ നല്ലത്. നിനക്ക് ഇപ്പോഴെങ്കിലും ബുദ്ധി ഉണ്ടായല്ലോ. കടന്നു പോടാ. നിക്കവിടെ ജെനി. ജീവ ഇല്ല, ഇതുവരെ പപ്പ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, അനുസരിച്ചു. പക്ഷെ ഇനി ജീവനെ പോവാൻ ഞാൻ സമ്മതിക്കില്ല. ചേട്ടായി, എന്താ ചേട്ടാ ഇതൊക്കെ? നമ്മുടെ പപ്പ പറഞ്ഞിട്ടുണ്ട്, ആരുടെ കയ്യിൽ നിന്നും ഒന്നും പിടിച്ചു വാങ്ങരുതെന്ന്. എന്റെ ചേട്ടായിയും അങ്ങനെ ആകാവൂ. നോക്കണ്ട, ജീവന്റെ അനുജന, ഒരേ രക്തത്തിൽ പിറന്നവർ. പിന്നെ മരിച്ചുപോയവരെ മടക്കിക്കൊണ്ടുവരാൻ നോക്കത്തില്ലല്ലോ. ഈ പിള്ളേർ അവരുടെ ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞു. അപമാനം ഉണ്ടാക്കുന്നൊന്നും അവർ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ നീ ഡിമാൻഡ് വെച്ച പിതൃത്വം, പാരമ്പര്യം, ഇതെല്ലാം ഇവർക്ക് വേണ്ടതിലധികം ഉണ്ടടാ. ഞാനാടാ അവന്റെ അച്ഛൻ, ഇവളവന്റെ അമ്മ. ഇത്രയൊക്കെ അറിഞ്ഞിട്ട് നിന്റെ മനസ്സ് കല്ലായിട്ട് തന്നെ ഇരിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞങ്ങളാരും നിന്നെ വിഷമിപ്പിക്കുന്നുമില്ല, ഒട്ട് ബുദ്ധിമുട്ടിക്കുന്നുമില്ല. വാ മോളെ, ഞങ്ങൾ പോയിക്കോളാം. ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും വാ മക്കളെ. നിങ്ങളുടെ അപ്പം പറഞ്ഞു തന്നെയാ സത്യം. ഒന്നും പിടിച്ചു പറിച്ചെടുക്കാൻ പാടില്ല. ഞാനുണ്ടോ മക്കളെ നിങ്ങൾക്ക്? ഞാൻ മാത്രമല്ല, നിന്റെ അമ്മ ഇവളുമുണ്ട്. വാ. ഇച്ചയ, ഇച്ചയ. ഒരു കാര്യത്തിൽ പപ്പയ്ക്ക് എന്നെ വിശ്വസിക്കാം. എന്റെ പപ്പയുടെ അനുവാദം ഇല്ലാതെ തന്നിഷ്ടത്തിനൊരു ജീവിതം തേടി ഞാൻ പോവില്ല. സേതു, ജോസേ, നീ പോയാ പിന്നെ എനിക്ക് ആരാടാ ഉള്ളേ? ജോസേ.